It's time for us to look into the Word of God. നമുക്ക് ദൈവവചനത്തിലോട്ട് നോക്കാൻ സമയമായി. And today I'm going to share something different than I usually do. സാധാരണ പങ്കുവെക്കുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because just want to talk about barriers to a healthy church. ഒരു ആരോഗ്യപരമായ ഒരു സഭ നേരിടുന്ന തടസ്സങ്ങളെ കുറിച്ച് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. See, can I show you a slide, please? Spurgeon wrote this about the church. ഒരു സ്ലൈഡ് കാണിക്കാം. ചാൾസ് സ്പർജൻ എന്ന് പറഞ്ഞ ദേവദാസൻ സഭയെക്കുറിച്ച് എഴുതിയ ഒരു കാര്യമാണിത്. George and Manju also wants to bless us with lunch today, so thank you George and Manju for the lunch also after this meeting. ഈ നമ്മളുടെ സഭായോഗം കഴിഞ്ഞിട്ട് ജോർജ് മഞ്ജുവും നമ്മളെ ഉച്ചഭക്ഷണം തന്നും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജോർജ്, look at what it says about the church by Charles Spurgeon. It says the church is not an institution for perfect people, it is a sanctuary for sinners saved by grace, and nursery for God's sweet children to be nurtured and grow strong. It is the fold for Christ's sheep, the home for Christ's family. The church is the dearest place on earth. Malayalam also, please. വായിക്കാമോ? എല്ലാം കൊണ്ടും തികഞ്ഞ വ്യക്തികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമല്ല സഭ. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുടെ അഭയസ്ഥലവും ദൈവമക്കൾ പരിപാലിക്കപ്പെടുകയും ശക്തരായി വളർത്തപ്പെടുകയും ചെയ്യുന്ന നഴ്സറിയുമാണ് സഭ. ക്രിസ്തുവിൻ്റെ ആടുകളുടെ തൊഴുത്തും ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ വീടുമാകുന്നു സഭ. ഭൂമിയിലെ ഏറ്റവും പ്രിയമേറിയ സ്ഥലമാണ് സഭ. ചാൾസ് സ്പർജൻ. The last line says it is the dearest place on earth. ലാസ്റ്റ് വരി ഇങ്ങനെ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് സഭ എന്ന്. Now we may not really understand that because there are many barriers that we face even when we are part of a church. നമ്മൾ ഒരു സഭയുടെ ഭാഗമാകുമ്പോഴും പല തടസ്സങ്ങൾ, പല പരിമിതികൾ നമ്മളുടെ മുന്നിൽ ഉള്ളതും കൊണ്ട് ഇത് ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും നല്ല സ്ഥലമാണ് ഭൂമിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കാതെയും അത് ആസ്വദിക്കാതെയും പോകുന്നു. That's why I want to address this in three different messages. The three coming weeks, two more weeks. ഇന്നും ഈ വരുന്ന 2 ആഴ്ചയും കൂടെ അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. This topic today I'm addressing it because it is one of the biggest barriers that a church faces in being salt and light. നമ്മൾ സഭ ഉപ്പും വെളിച്ചവും ആയി നിൽക്കുന്നതിന് വലിയ തടസ്സം, ഏറ്റവും വലിയ തടസ്സമായ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. It divides people like nothing else, including inside the church. ഈ ഒരു വിഷയം, ഈ ഒരു കാര്യം ജനക്കൂട്ടത്തെ ഭയങ്കരമായിട്ട് ഭിന്നിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അത് സഭയ്ക്കുള്ളിലും ഭിന്നത കൊണ്ടുവരുന്ന കാര്യമാണ്. I just want to show you a picture. It's a very gruesome picture, but it shows what is wrong in the world today. What is one of the biggest problems we face? Just look at this picture on the screen. ഈ ചിത്രം സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. എത്ര ക്രൂരമായ ഒരു സംഭവമാണിത്. I find it difficult to even show this to you but it's already very famous. Most of you must have seen this picture already. ഇത് നിങ്ങളെ കാണിക്കുന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷെങ്കിൽ ഇത് പരസ്യമായി എല്ലാവരും കണ്ട ഒരു ചിത്രമായതും കൊണ്ട് ഞാൻ ഇത് കാണിക്കുവാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. How many of you have not seen this picture? How many of you have never seen this picture? Can you see your hands please? ഈ ഒരു ഫോട്ടോ നേരത്തെ കണ്ടിട്ടില്ല എന്നുള്ളവര് കൈ ഒന്ന് പൊക്കാമോ? ആദ്യമായിട്ടാണോ ഇത് കാണുന്നത്? അങ്ങനെയുള്ളവർ മാത്രം ഇത് കൈ പൊക്കണേ. My goodness, that's very strange that this is one of the most famous pictures over the past 2021. ഈ 2021 ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ കണ്ട ഒരു ചിത്രമാണിത്. This police officer, his name is Derek Chauvin. His knee was pressed at the neck of a man called George Floyd for 7.5 minutes. ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കഴുത്തിൽ ഈ ഡെറിക് എന്ന് പറഞ്ഞ പോലീസിന്റെ
കാലിൻ്റെ മുട്ട് കൊണ്ട് അദ്ദേഹം അമർത്തി 7.5 മിനിറ്റ് അമർത്തി വെച്ചിരുന്നു. As medical doctors, we know 3 minutes is enough for a person to lose consciousness. ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ നമുക്കറിയാം 3.5 മിനിറ്റ് മതി ഒരാള് ബോധം കെടാനായിട്ട്. Look at his posture. Look at this is what is wrong in the world today, my dear friends. ആ നിൽപ്പ് ഒന്ന് നോക്കിക്കേ. ലോകത്തിലെ പ്രശ്നം ഇത് തന്നെയാണ്. Yeah, I can remove that, please. So my question for us today is this. ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ള എൻ്റെ ചോദ്യം ഇതാണ്. It's not what happened in the world outside only. ഇത് ലോകത്തിൽ പുറത്ത് നടക്കുന്ന സംഭവം മാത്രമല്ല. How far does this issue of race and gender affect us here right now? ഇന്ന് നമ്മളുടെ നടുവില് ഈ വർഗീയതയും ലിംഗഭേദവും എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു? Do we realize how that most of our transformation needs to happen in the way we view each other? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ രൂപാന്തരം വരേണ്ടത് ഏറ്റവും അധികം നമ്മൾ തമ്മിൽ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യത്തിലാണ്. There is an elephant in the room. നമ്മളുടെ നടുവിൽ തന്നെ വലിയൊരു ഭീകരമായ സംഭവം നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ മുറിക്കകത്ത് തന്നെ ഉണ്ട്. ഒരു ആന മുറിക്കകത്തുണ്ട്, പക്ഷേ നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് മടി. We find it difficult to point at the elephant inside the room. നമ്മളുടെ നടുവിൽ, നമ്മുടെ മുറിക്കകത്തുള്ള ആന ഉണ്ടായിരിക്കെ അതുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ വിസമ്മതിക്കുന്നു. I present this topic to you knowing that this is not a very popular thing to preach. ഇത് പ്രസംഗിക്കാൻ വളരെ പ്രശസ്തിയായ ഒരു വിഷയമല്ല എന്നറിഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. And we can come to all kinds of wrong conclusions. I'm not here just to talk about racism and gender issues, please. ഞാൻ ഇവിടെ വർഗീയതയും ലിംഗഭേദത്തെക്കുറിച്ച് മാത്രം വിളിച്ചു പറയാനായിട്ടല്ല നിൽക്കുന്നത്. I'm here to show you how we can be repaired first inside and then we can change the world. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ എങ്ങനെ നമ്മളിൽ ഒരു രൂപാന്തരം വരുകയും അതുമൂലം ലോകത്തിന് നമ്മൾ ഒരു എക്സാമ്പിൾ ആകുകയും ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. After the fall of man, 4 ruptures took place in humanity. 4 rupturings happened in humanity. മനുഷ്യരുടെ വീഴ്ചയുടെ ശേഷം മാനവജാതിയിൽ 4 പൊട്ടിക്കീറൽ നടന്നു. Number 1 is between man and God. ഒന്ന് മനുഷ്യനും ദൈവവും സംബന്ധിച്ചുള്ള ബന്ധത്തിൽ. Number 2 is between man and nature. രണ്ടാമത്തേത് മനുഷ്യനും പ്രകൃതിയും സംബന്ധിച്ച്. Number 3 is between man and man. മൂന്നാമത്തേത് മനുഷ്യനും സംബന്ധിച്ച്. And number 4, we don't usually say it out, but it is between man and his inner self. നാലാമത്തെ നമ്മൾ പറയാറില്ല, പക്ഷെങ്കിൽ അതിതാണ് മനുഷ്യനും സ്വന്തമായിട്ട് തന്നെ വന്ന ആ ഭിന്നത. You see, the fall of man, Adam and Eve, when they sinned, what happened is there was a human loss of identity. ആദാമും ഹവ്വയും പാപം ചെയ്ത് മനുഷ്യർ വീണതിന് ശേഷം മനുഷ്യരുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലായി പോയി. Please note, the Bible says God made man in his own image. വേദപുസ്തകം നമ്മളോട് പറയുന്നത് ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന്. This is too big for us to comprehend. The gloriousness of it is too big for us to know. But we have been created in the image of God. ഇതിന്റെ മഹത്വം നമുക്കങ്ങ് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സത്യമാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. But you see, when man sinned, there's a big loss. There was a tremendous loss that happened. In fact, he even lost his own identity. മനുഷ്യൻ വീണപ്പോൾ വലിയ ഒരു നഷ്ടമാണ് മനുഷ്യർക്ക് സംഭവിച്ചത്. സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടു. Or at least the loss of his security in his identity was lost.
ആ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സുരക്ഷിതത്വം അതുപോലും നഷ്ടപ്പെട്ടു പോയി. He became insecure. ആ മനുഷ്യന് നിസ്സഹായനായി ഇൻസെക്യൂറിന് വേറെ മലയാളം വാക്കാണ്. ഇൻസെക്യൂർ ഇസ് നോട്ട് സുരക്ഷിതമില്ലാത്ത ഒരവസ്ഥയില് മനുഷ്യനായി പോയി. And this led him to depend on other externals to define himself. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മനുഷ്യൻ തൻ്റെ വ്യക്തിത്വത്തെ വർണ്ണിക്കാനായിട്ട് പുറത്തു വേറെ കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. He began to establish his identity at the expense of others. മറ്റുള്ളവരുടെ കാരണത്താൽ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് സ്വന്തം വ്യക്തിത്വത്തെ മനുഷ്യൻ വർണ്ണിക്കേണ്ട ഒരു അവസ്ഥയിൽ മനുഷ്യൻ വന്നുപോയി. After sin entered the world, പാപം ലോകത്തിൽ പ്രവേശിച്ചതിന് ശേഷം Adam started blaming the woman. ആദാം ഔവയെ പഴി പറയാൻ തുടങ്ങി. The woman started blaming the snake. ഔവ സ്ത്രീയോ സർപ്പത്തെ പഴി പറയാൻ തുടങ്ങി. From this relational breakdown, ബന്ധത്തിൽ തകർച്ച വരാൻ തുടങ്ങി. and out of that came all kinds of attitudes and behaviors that deny that God has made us in His image. അതിൽ നിന്നാണ് പുറത്തു വന്നത് ദൈവം നമ്മളെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നുള്ള ആ വാസ്തവം വാസ്തവം വിശ്വസിക്കാതെ വന്ന ഒരു കാര്യം. My dear friends, this is a much more bigger problem than we ever realize or accept. നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിനേക്കാട്ടിലും വലിയൊരു പ്രശ്നമാണിത്. Number one question we have to ask ourselves is this: who am I? ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞാൻ ആരാണ്? You know, once I received a letter from a person. You know what he wrote in that letter? My name. ഒരു വ്യക്തി എനിക്കൊരു കത്ത് അയച്ചപ്പോൾ എൻ്റെ പേര് എഴുതിയത് അതെങ്ങനെയാണെന്ന് അറിയാമോ? Reverend Pastor Dr. Vinod. എഴുതിയത് ഇങ്ങനെയാണ്, റെവറൻഡ് പാസ്റ്റർ ഡോക്ടർ വിനോദ് എന്നാണ് അങ്ങനെ അഭിമോദനം ചെയ്തത്, സംബോധന ചെയ്തത്. Usually when we meet pastors, especially in Kerala, കേരളയിൽ നമ്മൾ പാസ്റ്റേഴ്സിനെ കാണുമ്പോൾ we go and ask him, we don't know that he's a pastor. നമ്മൾ ആ വ്യക്തി പാസ്റ്ററാന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഇങ്ങനെ പറയും, ഞാൻ വിനോദാണ്. അപ്പൊ ആ പാസ്റ്റർ എന്തോ പറയുന്ന അറിയാമോ? ഞാൻ പാസ്റ്റർ മാത്യു തോമസ് കല്ലറയ്ക്കൽ. പാസ്റ്റർ പറയും, ഞാൻ പാസ്റ്റർ മാത്യു തോമസ് കല്ലറയ്ക്കൽ ആണ് എന്ന്. ഇവിടെ അറിയില്ലല്ലോ, അങ്ങനത്തെ പേരുള്ള അറിയില്ലല്ലോ ഇവിടെ, അല്ലേ? ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. മജ്ജപ്പിടി ചെറിയിട്ടുണ്ട് ആരാണ്ടുണ്ടോ? ഓൺലൈനിൽ കാണുന്നവർക്ക് നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ആ പാസ്റ്റർ എന്നുള്ള പേര് അതിൽ ചേർത്തില്ലെങ്കിൽ പുള്ളിക്കൊരു സുരക്ഷിതമില്ല. If you don't add the title pastor behind your name, you don't feel safe enough. You don't find your security. ഏറ്റവും രസം, പുള്ളി പാസ്റ്ററിംഗ് ഒക്കെ നേരത്തെ വിട്ട് കാണും, സഭയൊക്കെ പണ്ടേ വിട്ടു. പക്ഷേ പുള്ളിയുടെ പേരിന്റെ മുന്നിൽ ഒരു പാസ്റ്റർ കിട്ടിയ വന്നേ പറ്റൂ. All you know, he must have left pastoring years back, but still he holds on to that title. പാസ്റ്ററെ, സഭയിൽ എത്ര പേരുണ്ട് പാസ്റ്ററെ? Pastor, how many members do you have in your church? അതെ, ഞാനിപ്പോ ശുശ്രൂഷ വിട്ടിട്ട് 5 വർഷമായി. പക്ഷെങ്കിൽ അതെ, ഞാൻ വേറെ കുറെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ വലിയ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Actually, I left ministering in the church a few years back, but I'm doing great things even now. Who am I? ഞാൻ ആരാണ്? Number 2 question is this. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. Who are you in relation to me? ഞാനുമായിട്ടുള്ള ബന്ധത്തില് നീ ആരാണ്? And number 3. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. If you're from a different culture, how do we relate to each other? നമ്മൾ വേറെ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നവരാണ് എങ്കിൽ, വ്യത്യസ്തമായ സംസ്കാരത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ നമ്മൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടും? My dear friends, we need to come to a place of victory in this.
സുഹൃത്തുക്കളെ, ഈ മേഖലകളിൽ നമ്മൾ ജയം കൈവലിച്ചേ മതിയാവും. Let me take you to Revelation chapter 5 and verse 9. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 9-ാം Look വാക്യം at നമുക്ക് what God നോക്കാം. says when there's a new song and what he did. അവിടെ ഒരു പുതിയ പാട്ട് പാടുന്ന ആ സമയത്ത് അവിടെ എന്താ നടക്കുന്നത്? I just want to point out to that last few words in that verse. അതിൻ്റെ ആ വാക്യത്തിന്റെ അവസാനത്തെ കുറച്ച് വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ He ആഗ്രഹിക്കുന്നു. purchased for God with your blood from every tribe and tongue and people and nation. അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ ഗോത്രങ്ങളും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഉള്ള വ്യക്തികൾ കാണുമെന്നാണ്. Oh, that's an interesting thing. വളരെ രസകരമായ കാര്യമല്ലേ? Because in heaven you're going to find people from every tribe, every tongue, every people, every nation. എന്ന് വെച്ചാൽ സ്വർഗത്തില് എല്ലാ ഗോത്രവും എല്ലാ ഭാഷയും എല്ലാ വംശവും എല്ലാ ജാതിയിൽ നിന്നുമുള്ള ആൾക്കാരെ നമ്മൾ കാണാൻ പോവാണ്. How did this happen? ഇതെങ്ങനെ സംഭവിച്ചു? Did God decide this way in the beginning? ദൈവം ആ തുടക്കത്തിലെ ഇങ്ങനെയുള്ള കാര്യം ദൈവം പദ്ധതി ഇട്ടതായിരുന്നോ? It's very important for us to understand this, my dear friends. ഇത് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ So let me take you പ്രാധാന്യമുള്ളതാണ്. to Genesis chapter 10 and chapter 11. ഉൽപ്പത്തി പുസ്തകം 10-ഉം 11-ഉം അധ്യായത്തിലോട്ട് നമുക്ക് നോക്കാം. We are not going to look that in detail at all. അത് നമ്മൾ ഒത്തിരി വിവരിച്ച് അവിടെ നോക്കുന്നില്ല. But I want to point out to you very clearly. അവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇതാണ്. In Genesis, the context of this is in Genesis chapter 1 and chapter 9. ഇവിടെ ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഉൽപ്പത്തി 1-ഉം 9-ഉം അധ്യായങ്ങളില് God actually created man and told him to multiply and fill the earth. ദൈവം മനുഷ്യരോട് പറഞ്ഞത്, നിങ്ങൾ പെരുകി നിങ്ങൾ ലോകത്തെ നിറയ്ക്കണം എന്നാണ് He പറഞ്ഞത്. did not make man and Adam and Eve to just be inside the Garden of Eden. My dear friends, don't get the wrong picture. സുഹൃത്തുക്കളെ, നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കണം. ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചിട്ട് ആ ഏദൻ തോട്ടത്തിനകത്ത് ഒതുങ്ങി നിൽക്കാനല്ലായിരുന്നു ദൈവം ഉദ്ദേശിച്ചത്. Both in chapter 1 itself and in chapter 9, God repeats that by saying, I want you to go and multiply and fill the earth. ഒന്നാം അധ്യായം ഉൽപ്പത്തി 1-ഉം 9-ഉം രണ്ടിടത്തും ദൈവം വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പെരുകി ലോകത്തെ നിങ്ങൾ നിറയ്ക്കണം, ലോകത്തിന്റെ അവസാനം വരെ നിങ്ങൾ നിറയ്ക്കണം എന്നാണ്. Now look at chapter 10 of Genesis, please. ഉൽപ്പത്തി 10-ാം അധ്യായം നമുക്ക് It നോക്കാം. says here in verse 5, അവിടെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, it says the coastlands of the nations were separated into their lands, each one according to his language, according to their families, into their nations. വായിക്കാമോ? ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലമായും പിരിഞ്ഞു. Now how did this happen? എങ്ങനെയാണ് ഇങ്ങനെ പിരിഞ്ഞത്? Because chapter 11 verse 1 says man was using the same language and the same words in chapter 11 verse 1. 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവര് ഒരേ ഭാഷ ഒരേ വാക്ക് ഉപയോഗിച്ചു എന്ന്. So I'm going to use all my previous studies and my MA course and all this to describe to you all these things in detail. ഞാൻ ഇത് നിങ്ങളെ വിവരിച്ചും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എൻ്റെ എല്ലാ അറിവുകളും എൻ്റെ എല്ലാ പഠനവും ഞാൻ ഉപയോഗിക്കും. So chapter 11 actually happened by God describing how they were scattered into different nations. അവിടെ 11-ാം അധ്യായത്തിൽ ദൈവം നമ്മളെ വിവരിച്ച് പറഞ്ഞു തരുവാണ് എങ്ങനെയാണ് ഇവർ പല രാജ്യങ്ങളായി ചിതറിയേ. So chapter 11 actually explains chapter 10. 10-ാം അധ്യായത്തെ വിവരിച്ച് പറയുന്നതാണ് 11-ാം അധ്യായം. Listen carefully, my dear friends. ശ്രോതാക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ. This is how God works among men. ദൈവം മനുഷ്യരുടെ നടുവിൽ ഇങ്ങനെയാണ് Right from പ്രവർത്തിക്കുന്നത്. the beginning, തുടക്കത്തിൽ തന്നെ when God made Adam and Eve, ദൈവം ആദാമിനെ ഹവ്വയെ
He did സൃഷ്ടിച്ചപ്പോൾ not make them to sin. ദൈവം അവരെ പാപം ചെയ്യാനായിട്ടല്ല But സൃഷ്ടിച്ചത്. they sinned and lost the glory of God. പക്ഷെങ്കിൽ അവർ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. And God did not actually become depressed. അത് കണ്ടപ്പോൾ ദൈവം അങ്ങ് നിരാശപ്പെട്ടില്ല. Because he actually then began to use that for a greater glory. ദൈവം എന്താ ചെയ്ത് ആ പ്രശ്നം ഉപയോഗിക്കാൻ തുടങ്ങി. അത് കൂടുതൽ മഹത്വത്തിന് വേണ്ടി ദൈവം എടുത്തുപയോഗിച്ചു. Through man's disobedience, മനുഷ്യന്റെ അനുസരണക്കേട് കൊണ്ട് a savior came to the world. മനുഷ്യന്റെ അനുസരണക്കേട് കാരണം ഒരു രക്ഷകൻ ഭൂമിയിൽ വന്നു. And Jesus revealed the heart of God more than anything else. യേശുക്രിസ്തു എല്ലാത്തിനും ഉപരിയായിട്ട് പിതാവായ ദൈവത്തിന്റെ ഹൃദയം തുറന്നു So you കാണിക്കുവായിരുന്നു. see, through the wrong that man did, അപ്പൊ നമ്മൾ കാണുന്നത് മനുഷ്യൻ ചെയ്ത തെറ്റ് കാരണം God used that to bring ദൈവം- further glory to himself. ദൈവം അത് ഉപയോഗിച്ച് തന്റെ കൂടുതൽ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചു. The same thing we see even in the life of Jesus when he was here on earth. അത് തന്നെ നമ്മൾ യേശുവിന്റെ ജീവിതത്തിൽ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മൾ കാണുന്നത്. Of course, God planned him to come and to be the savior. ദൈവം പദ്ധതി ഇട്ടത് എന്താണ്? യേശു വരണം, യേശു രക്ഷകനായി വരണമെന്ന്. But you see, it was man who finally said, let us crucify him and kill him. പക്ഷെങ്കിൽ മനുഷ്യനാണ് അവസാനം പറഞ്ഞത് നമുക്ക് ഇവനെ ക്രൂശിക്കാം, ഇവനെ കൊല്ലാം. Do you think God was prompting man to kill Jesus? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ദൈവം മനുഷ്യന്റെ ഉള്ളില് യേശുവിനെ കൊല്ല്, യേശുവിനെ കൊല്ല് എന്ന് പറഞ്ഞോ? Of course not. ഇല്ല, ഇല്ല. But through man's evil act, പക്ഷെങ്കിൽ മനുഷ്യന്റെ ദുഷ്ടപ്രവൃത്തി കാരണം God was bringing redemption upon mankind. ദൈവം മാനവജാതിയുടെ മേൽ വീണ്ടെടുപ്പ് And കൊണ്ടുവരുവായിരുന്നു. that is how God turns things out for good, my dear friends. അങ്ങനെയാണ് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്. When we look here in this portion in Genesis chapter 11, നമ്മൾ ഇവിടെ ഉൽപ്പത്തി 11 അധ്യായത്തിൽ നോക്കുമ്പോൾ you know what most of us think? നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? Well, God made man to have the same language. മനുഷ്യനെ ദൈവം ഒരേ ഭാഷ പറയാനായിട്ട് സൃഷ്ടിച്ചു. The Tower of Babel was a curse that came because man disobeyed. Man was rebelling against God. മനുഷ്യൻ ദൈവത്തോട് മർദ്ദലിച്ച കാരണം ബാബേൽ ഗോപുരം ഒരു ശാപമായി തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അത് ഒരു വിധത്തിൽ സത്യമാണ്. But look at this verse, my dear friends. സുഹൃത്തുക്കളെ, പക്ഷേ ഈ വാക്യം നമ്മൾ What did man say in chapter 11? മനുഷ്യൻ 11 അധ്യായത്തിൽ എന്താണ് Look പറഞ്ഞത്? at verse 4, very interesting. 4 വാക്യം നോക്കാം. Come, let us build for ourselves a city and a tower whose top will reach up to heaven, and let us make for ourselves a name, otherwise we will be scattered abroad over the face of the whole earth. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് പറഞ്ഞു. It was not just a tower, first of all, it was both a city and a tower, my dear friends. ഇത് ഒരു ഗോപുരം മാത്രമല്ല, ഇത് ഗോപുരവും ഒരു പട്ടണവും കൂടിയായിരുന്നു. And why did they do that? എന്തിനാണ് അവരിത് പണിതത്? This was in direct rebellion to God's instruction to go and fill the earth. ഇത് ദൈവത്തിന്റെ കൽപ്പന നേരിട്ട് അനുസരണക്കേട് കാണിക്കുവായിരുന്നു. ദൈവം പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ അവസാനം, ഭൂമിയുടെ അവസാനം വരെ പോയി നിറയ്ക്കുക. Both in chapter 1 and chapter 9, God said, go and multiply and fill the earth, replenish. ദൈവം പറഞ്ഞത് 1 അധ്യായത്തിലും 9 അധ്യായത്തിലും പറഞ്ഞത് എന്തുവാണ്? നിങ്ങൾ പോകുക, മനുഷ്യന് ലോകത്തിന്റെ അവസാനം വരെയും നിങ്ങൾ ചിതറി പോകുക, പെറ്റി പെരുകി അവിടെ നിറയ്ക്കുക ഭൂമിയെ. What is man saying here? പക്ഷേ ഇവിടെ മനുഷ്യൻ എന്തുവാണ് We പറയുന്നത്? want to make a great name for ourselves. ഞങ്ങൾക്ക് ഒരു നല്ല പേരുണ്ടാക്കണം, ഞങ്ങൾക്ക് വേണ്ടി. Pride of life. ജീവനത്തിന്റെ പ്രതാപം. So when you look at the big skyscrapers in the world today, ഇന്ന് ലോകത്തിൽ വലിയ ഭയങ്കരമായ കെട്ടിടങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ, how many levels is the Burj Khalifa in Dubai? ദുബായിലുള്ള ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ആ കെട്ടിടം എത്ര നിലയുണ്ട്? Anyone? ആർക്കെങ്കിലും അറിയാമോ എത്ര നിലയുണ്ടെന്ന്?
I think it's more than 150 or something, isn't it? More than that, most likely. 163 163 നിലയുള്ള കെട്ടിടമാണ്. When we look at that, we say, wow. നമ്മൾ അത് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഓ wow. You know what God says? പക്ഷെങ്കിൽ ദൈവം എന്താ പറയുന്നത് അറിയാമോ? This is the pride of life. ഇത് ജീവനത്തിന്റെ പ്രതാപം എന്ന് ദൈവം വിളിക്കുന്നു. Let us make for ourselves a great name. നമ്മൾക്ക് വേണ്ടി ഒരു വലിയ പേരുണ്ടാക്കണം. And number 2 is even worse. രണ്ടാമത്തെ കാര്യം അതിനെക്കാട്ടിലും പ്രയാസമുള്ളത്. We don't want to be scattered. നമ്മൾ ചെതറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. You know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? God used their disobedience. ദൈവം അവരുടെ അനുസരണക്കേട് എടുത്ത് ഉപയോഗിച്ചു. Through that he brought something beautiful. പക്ഷെങ്കിൽ ആ അനുസരണക്കേട് ദൈവം ഉപയോഗിച്ച് മനോഹരമായ ഒരു കാര്യം ദൈവം ചെയ്തെടുത്തു. You see, many sociologists will say like this. ഒത്തിരി സോഷ്യോളജി സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നവര് ഇങ്ങനെ പറയാറുണ്ട്, if you scatter people here and there, മനുഷ്യരെ അങ്ങും ഇങ്ങും ചെതറിപ്പിക്കുവാണെങ്കിൽ within 4 or 5 generations they will have different languages. അവർ പറയുന്നത് ഇങ്ങനെയാണ്, 4-5 തലമുറ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഭാഷ തന്നെ മാറും എന്നാണ് പറയുന്നത്. So you see, actually when God was telling man to go and fill the earth, പക്ഷെങ്കിൽ ദൈവം മനുഷ്യനോട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി ഭൂമിയെ അങ്ങ് നിറയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ he was already having languages in mind. ദൈവത്തിന്റെ മനസ്സിൽ ഭാഷകള് ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. You know why? Because just like he makes the flowers so in variety of forms, നമ്മള് പൂക്കളെ നോക്കുമ്പോൾ എത്ര മനോഹരമായ പല തരത്തിലുള്ള പൂക്കളാണ് ദൈവം ഉണ്ടാക്കിയത്. What amazing variety in the flowers, isn't it? പൂക്കളെല്ലാം ഒരേപോലാണ്, എത്ര ഭിന്ന രീതിയിലുള്ള. What amazing trees we have on earth. You go to Kashmir, you'll see the wonderful pine tree, amazing trees. എത്ര അതിശയമായ വൃക്ഷങ്ങൾ, മരങ്ങള് വിവിധ തരത്തിലുള്ളത് നമ്മൾ കാണുന്നു. കാശ്മീരിൽ പൈൻ ട്രീ എന്ന് പറയുന്ന ഒക്കെ എന്തൊരു മനോഹരമായി കാണാൻ. And God already had different peoples and different languages in his mind. ദൈവത്തിന്റെ മനസ്സില് ജാതികള്, രാജ്യങ്ങള്, ഭാഷകള് ദൈവത്തിന്റെ മനസ്സിൽ നേരത്തെ. So in one sense it was a curse through Babel. ഒരു വിധത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബാബേൽ ഗോപുരത്തിൽ കൂടി വന്ന ശാപം. But on the other side, പക്ഷെങ്കിൽ മറുവശത്തു you know what God was doing? ദൈവം എന്താ ചെയ്തെന്ന് He was അറിയാമോ? trying to produce an amazing unity in diversity. ദൈവം ഭിന്നതയുടെ നടുവില് ഒരു ഐക്യത ഉണ്ടാക്കുവായിരുന്നു. Oh, that's the beauty about God, my dear friends. ഇതാണ് ദൈവത്തിന്റെ ആ മനോഹരത്വം. He always wants to show unity in diversity. ദൈവം എപ്പോഴും ഭിന്നതയിൽ കൂടി ഒരുമ കാണിക്കാനായിട്ട്, ഐക്യത കാണിക്കാനായിട്ട് We ആഗ്രഹിക്കുന്നു. all want to come together and not, do anything different. We don't want to do anything different. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരേ കാര്യം ചെയ്യണമെന്ന്. We're trying to use one language. നമ്മൾ ഒരേ ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കും. But God is saying, hey, I have made languages for my glory. ദൈവം പറയുന്നത് ഞാൻ ഭാഷകൾ ഉണ്ടാക്കിയത് എൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന്. He gave them different languages, it says. അവിടെ പറയുന്നത് ദൈവം അവർക്ക് വേറെ വേറെ ഭാഷകൾ കൊടുത്തു. Remember, it was through a curse. അത് ശാപത്തിൽ കൂടിയായിരുന്നു കൊടുത്തത്. But finally, my dear friends, in the book of Revelation, we find this God is enjoying unity in diversity. Every tongue, every tribe, they're all worshiping God together in the beauty of holiness. പക്ഷെങ്കിൽ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ദൈവം ഈ പല ഭാഷകള് ദൈവം ആസ്വദിക്കുകയാണ്. എല്ലാ ഭാഷയും എല്ലാ ഗോത്രവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. Why am I telling you all these things, my dear friends? സുഹൃത്തുക്കളെ, ഇതെല്ലാം ഞാൻ എന്തിനാണ് വിളിച്ചു പറയുന്നത്? We have to see and root out
problems inside the church. നമ്മൾ ചില കാര്യങ്ങൾ കാണുകയും സഭയുടെ ഉള്ളിൽ നിന്ന് ചിലത് നമ്മൾ ചില പ്രശ്നങ്ങൾ വേരോട് നമ്മൾ പറിച്ചു മാറ്റുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. See, the word nation is not there in the Bible actually as such. നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ രാജ്യം എന്നുള്ള വാക്യം അങ്ങനെയല്ല The Greek word for there is called ethne. ആ ഗ്രീക്ക് പദത്തിൽ ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന എത്നെ എന്നുള്ള ഒരു വാക്കാണ്. Ethne is used both for Gentiles and for nations in English. ഇംഗ്ലീഷ് ഭാഷയിൽ രാജ്യങ്ങളും വംശങ്ങളും രണ്ടിനും ഈ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ജാതികളും രാജ്യങ്ങളും. But you see, we have to define ethne very importantly, my dear friends. വംശം എന്ന് പറയുന്നത് അത് നമ്മൾ ഒന്ന് വിവരിച്ച് കാണേണ്ടതായിട്ട് തന്നെയുണ്ട്. Let me take out from my MA course a few points, please. ഞാൻ MA കോഴ്സിൽ പഠിച്ച ചില കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. Because you see, God has this in mind when He is calling people to Himself. ദൈവം ജനത്തെ തന്നിലോട്ട് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ഈ വക കാര്യങ്ങൾ ഉണ്ടായിരുന്നു. We have to accept our diversity. നമ്മളുടെ ആ വ്യത്യസ്തത, വ്യത്യസ്തത ദൈവം അംഗീകരിച്ചു. But we then have to become one new humanity. നമ്മളുടെ വ്യത്യസ്തത അംഗീകരിച്ചിട്ട് ഒരു പ്രത്യേക തരം മാനവജാതിയായിട്ട് നമ്മൾ ആകണം എന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. So what is this word ethnic group? ഈ ഒരു വംശം എന്ന് പറയുന്നത് എന്താണ്? You see, in മലയാളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജാതി. ജാതി നല്ലൊരു വാക്കല്ല. കാരണം ജാതി അല്ലെങ്കിൽ കാസ്റ്റ് is not a good word to use. ഈ കാസ്റ്റ് എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത് അത് നല്ലൊരു വാക്കാണ്. I believe a better word is actually vamsham. It is an ethnic group. It is not a caste. Many religions don't have caste, but ethnic group is a more wonderful word to use. ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരി മതങ്ങളിൽ ഈ കാസ്റ്റ് ജാതി എന്നുള്ളതല്ല, പക്ഷെങ്കിൽ ഒരു വംശം, പല വംശത്തിൽ നിന്ന് വന്ന് ആണ് എന്നാണ്. Can we define 6 points that show us what is an ethnic group is? ഒരു വംശം എന്താണ് എന്ന് കാണിക്കാൻ 6 പോയിന്റ് ഞാൻ പറയാം. First one is we usually have a common name. ആദ്യത്തെ പോയിന്റ് ഇതാണ്, ആ വംശത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു പേര് കാണും. ഒരു പേരും കൊണ്ട് അവരെ വിളിക്കുന്നത്. ചില ജാതികൾക്ക് പ്രത്യേക പേരുണ്ടല്ലേ, പിള്ള അല്ലെങ്കിൽ നായർ, ഡിഫറെന്റ് നെയിം, മുണ്ട, so many names we have. ഇങ്ങനെയുള്ള ഒരു പേര് കൊണ്ട് ഒരു കൂട്ടരെ തന്നെ, ഒരു വംശത്തെ തന്നെ നമ്മൾ വിളിക്കാറുണ്ട്. Now second point is there is a story of a common ancestry. രണ്ടാമത്തെ പോയിന്റ്, ആ വംശം എന്ന് പറയുമ്പോൾ ഒരു പാരമ്പര്യം അവർക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. When we go abroad, sometimes we don't say we are Kerala, we say we are Indian. We say I am an Indian. നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറയത്തില്ല, മറിച്ച് നമ്മൾ പറയുന്നത് എന്താ, ഞാൻ ഭാരതത്തിൽ നിന്നാണെന്ന് പറയും. But when we go to North India, we don't say I am Indian, we say I am a Malayali. നമ്മൾ വടക്കേന്ത്യയിൽ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഭാരതത്തിൽ നിന്നാണെന്ന് പറയുമോ, ഇല്ല ഞാൻ മലയാളിയാണ് എന്ന് പറയും. When you come to Kollam, you don't say I am Malayali, you say I am a Kollamite. നമ്മൾ കേരളത്തിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറയുമോ, ഇല്ല ഞാൻ കൊല്ലത്തിൽ നിന്നാണെന്ന് പറയും. തൃശ്ശൂർകാരനാണ്, ഞാൻ കാസർഗോഡിൽ നിന്നാണ്. We all like to have some common stories. We are from Thrissur or Kasaragod. We want to have some common name. Number 3 point is that we have shared historical memories. മൂന്നാമത്തെ നമ്മൾ കാണുന്ന എന്തുവാ, ചില ചരിത്രപരമായ ചില ഓർമ്മകൾ ആ വംശത്തിലുള്ളവര് അവരൊരുമിച്ച് നടക്കുന്നവരാണ്. ചില ഓർമ്മകൾ അവർക്കുണ്ട്, ചിലത് പറയാനുണ്ട്.
Number 4, we have a common culture, including language. നാലാമത്തേത് ഒരേ രീതിയിലുള്ള സംസ്കാരം, ഒരേ രീതിയിലുള്ള ഭാഷ ആ വംശത്തിലുള്ളവർക്ക് ഉണ്ട്. Sometimes we have a link with a land, identifying land, homeland. ചില സമയത്ത് നമുക്ക് നമ്മളുടെ നാട് അതായിരുന്നു എന്ന് പറയാനായിട്ട് ഉണ്ട്. കേരളക്കാർ എവിടെ പോയാലും പറയും എനിക്ക് തിരിച്ച് വീട്ടിൽ വന്ന് എനിക്കൊരു ഭവനം പണിയണം അല്ലേ? Keralites, wherever they go on earth, they will say, I want to come back to my land and build a home there. അമേരിക്കയിലെ മക്കളും കൊച്ചുമക്കളും അവിടെ തന്നെയാണ്, പക്ഷെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വീട് പണിയണം. Their children, their grandchildren, all will be in America, but they desire to come back to Kerala and build a home in Kerala. ഈയിടയ്ക്ക് ഞാൻ ന്യൂസിൽ വായിച്ചു, കേരള is called a ghost town. ഈയിടെ recently I read in the news that കേരളയെ വിളിക്കുന്ന എന്താണെന്നറിയാമോ? ഭൂതത്തിന്റെ ഗോസ്റ്റ് ടൗൺ ആ അർത്ഥത്തിലല്ല. ഗോസ്റ്റ് ടൗൺ എന്ന് വെച്ചാൽ ഒത്തിരി എംപ്റ്റി സ്പേസസ്, ഒത്തിരി എംപ്റ്റി ഹൗസസ്. പറയുന്ന കാരണം എന്താണെന്നറിയാമോ? ഒത്തിരി ഭവനങ്ങൾ പണിതിട്ടുണ്ട്, പക്ഷേ ആൾ താമസമൊന്നും അതിനകത്തില്ല, കാലിയാ. ഈ ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വെസ്റ്റേൺ മൂവീസിലൊക്കെ ഉണ്ട്. ആ പട്ടണത്തിൽ ആരുമില്ല. ഗോസ്റ്റ് ടൗൺ എന്ന് വെച്ചാൽ ആരില്ലാത്ത സ്ഥലം, ഗോസ്റ്റ് ടൗൺ. ആൾ താമസമില്ലാത്ത സ്ഥലങ്ങൾ. So you see, Kerala has this kind of issues, isn't it? കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ? Number 6, we have a sense of solidarity. ആറാമത്തേത് നമ്മൾക്ക് തമ്മിൽ ഒരു ഐക്യത ഉണ്ട്. Now you see, this is all good. ഇത് ഒരു വംശത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇത് നല്ലത് തന്നെ. Nothing wrong about this, my dear friends. This is where we make the mistake of thinking it is wrong for us to think we are part of an ethnic group. നമ്മളൊരു വംശത്തിൽ നിന്നാണെന്ന് അയ്യോ അങ്ങനെയൊന്നും പറയില്ല, ചിന്തിക്കല്ലേ എന്നൊക്കെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഇതിന് പറയുന്നതിൽ തെറ്റ്. It is there in heaven also, my dear friends. സുഹൃത്തുക്കളെ, ഇത് സ്വർഗ്ഗത്തിലുമുണ്ട്. You will find Malayalis in heaven also. മലയാളീസ് സ്വർഗ്ഗത്തിലുമുണ്ട്. അവിടെയും പറയാം, ഓ ഞാൻ മലയാളിയായിരുന്നു കേട്ടോ. Yes. Who knows? You may find Malayali friends there. I don't know. But you know what the problem is? പക്ഷെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? Listen carefully. നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണേ. When we add something to this word called ethnic group, ഈ വംശം എന്ന് പറയുന്ന കാര്യത്തിന്റെ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് പ്രശ്നം. A new word has come in the language. ഇപ്പോൾ ഭാഷയിൽ, നമ്മുടെ ഭാഷയ്ക്കകത്ത് പുതിയ ചില വാക്കുകൾ, ഒരു വാക്ക് വന്നിരിക്കുന്നു. You know what that word is in English? ആ പുതിയ വാക്ക് എന്താണെന്നറിയാമോ ഇംഗ്ലീഷിൽ? It is called ethnocentrism. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ethnocentrism. Let me explain to you. അതെന്തുവാണെന്ന് പറഞ്ഞുതരാം. It is the exaggeration of ethnic identity. ഇത് ഈ വംശം, അവരുടെ വംശത്തിലുള്ള വ്യക്തിത്വത്തെ ഒന്ന് അങ്ങ് ഊന്നി കാണിച്ച് പറയാൻ ശ്രമിക്കുന്നു. Showing that we are superior to others, other ethnic groups. അത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ബാക്കിയുള്ള വംശങ്ങളെക്കാട്ടിലും ഞങ്ങൾ ഏതാണ്ട് മെച്ചപ്പെട്ടവരാണ്. To put it simply, അത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ, my identity at your expense. പറയുന്നത് എൻ്റെ വ്യക്തിത്വം നിന്റെ ചെലവില്, നിന്റെ നഷ്ടം കൊണ്ട് ഞാൻ എൻ്റെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നു. Let me explain very clearly what the Pharisees said in Luke. ലൂക്കോസിന്റെ സുവിശേഷത്തില് ഫരീശന്മാര് എന്താ I പറയുന്നത്? thank God that I am not like this tax collector. ഫരീശൻ എന്തോ പറഞ്ഞത്? ഞാൻ ആ ചുങ്കക്കാരനെ പോലെ അല്ല ആയിരിക്കയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരുടെ പ്രശ്നം That's the problem. എൻ്റെ വംശത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള പ്രശ്നം അല്ല. എൻ്റെ വംശം നിങ്ങളെക്കാട്ടിലും മെച്ചപ്പെട്ട വംശമാണ്. The problem here is it's not that my race is I am part of a race, but the problem is my race is better than yours. That's the problem. We may not talk like the Pharisee. We may not use the നമ്മൾ Pharisee. പരീശനാണ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കത്തില്ല. But you know what we think inside sometimes? നമ്മൾ നമ്മുടെ ഉള്ളിൽ ചില സമയത്ത് ചിന്തിച്ചു കൂട്ടുന്ന എന്താണെന്നറിയാമോ? I thank God that I am not like those poor people. നമ്മൾ ചില സമയത്ത്
ആ പാവപ്പെട്ട ആൾക്കാരെ അതുപോലെ ഞാൻ അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ദൈവമേ നന്ദി I പറയുന്നു എന്ന് thank നമ്മൾ God ചിന്തിക്കും. that I am not like this caste group. ആ ജാതിയുടെ കൂട്ട് അതുപോലെയുള്ള ഒരു വ്യക്തി ഞാനല്ല, അതുകൊണ്ട് ദൈവമേ ഞാൻ നന്ദി പറയുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. Oh, I thank God I'm not having that color. ഓ, ആ നിറം എനിക്കില്ലാത്തതിനാൽ കർത്താവേ നന്ദി എന്ന് നമ്മൾ പറഞ്ഞു പോന്നു. I thank God that I'm not of that group. ഞാൻ ആ കൂട്ടത്തിൽ ഒരാളല്ല, അതിന് നന്ദി കർത്താവേ എന്ന് പറഞ്ഞു പോന്നു. This is the problem that we face, ഇതാണെന്ന് including inside the church. ഇതാണ് സഭയുടെ ഉള്ളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം. You see, ethnocentricity is a cultural problem. ഇത് ഈ ഒരു വംശം മറ്റ് വംശത്തെക്കാട്ടിലും മെച്ചപ്പെട്ടതാണെന്ന് പറഞ്ഞ് തന്നെത്താൻ പുകഴ്ത്തി നിൽക്കുന്നത് അതൊരു സംസ്കാരപരമായ പ്രശ്നം തന്നെ ആയിരിക്കുവാണ്. ആ നാണയത്തിന്റെ വേറൊരു ഭാഗം പേരെന്താണെന്ന് അറിയാമോ? റേസിസം. The other side of the coin is racism, വർഗീയത. You know where racism comes from? Racism. ഈ വർഗീയത എവിടുന്നാ വരുന്നതെന്ന് അറിയാമോ? It is a biological problem. അത് ഒരു ജീവശാസ്ത്ര പ്രശ്നം തന്നെയാണ് ഈ വർഗീയത. അപ്പോൾ ഓർത്തോണം, ഇതൊക്കെയാണ് നമ്മുടെ ഇടയിൽ കാണുന്നത്. Oh, what all problems do we see among ourselves? Let me just end up by telling you, giving you three people, showing you three people, my dear friends. മൂന്ന് ആൾക്കാരെ കാണിച്ച് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. I want you to ask yourself, which group are you with? ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങൾ ഏത് ആൾക്കൂട്ടത്തിന്റെ കൂടെ ആണ്? Number one. ആദ്യത്തേത്, Are you like Jonah? നിങ്ങൾ യോനയെ പോലെ ആണോ? When Jonah was called to reach out to people outside of his cultural group, യോനയെ അവൻ തൻ്റെ സംസ്കാരത്തിൻ്റെ പുറത്ത് ഉള്ള ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ ചെന്ന് വചനം അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ he ran the other way. യോന എന്താ ചെയ്തത്? Why? അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ നേരെ എതിർവശത്തോട്ട് ഓടി. Why? എന്തുകൊണ്ട്? Because his historical bitterness ചരിത്രപരമായ ഒരു കയ്പ് ഈ ജനത്തെക്കുറിച്ച് യോനയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. Combined with the fear that God might be merciful to them. അതിന്റെ കൂടെ എന്തുവായിരുന്നു? ദൈവം അവരോട് ഒരു പക്ഷേ കരുണ ചെയ്താലോ എന്ന് യോനയുടെ ഉള്ളിൽ ഭയം തോന്നി. He ran away. അതുകൊണ്ട് എന്ത് ചെയ്തു യോന? എതിരെ ഓടി. He came back but not willingly. പക്ഷെങ്കിൽ അവസാനം യോന മടങ്ങി വന്നു, പക്ഷെങ്കിൽ സ്വന്തം പൂർണ്ണ ഹൃദയത്തോടെ അല്ലായിരുന്നു. And when God exercised his mercy, ദൈവം തന്റെ കരുണ അവിടെ കാണിച്ചപ്പോൾ Jonah got depressed. യോന നിരാശപ്പെട്ടു. Are there people you hate because of history? ചില ചരിത്രപരമായ കാരണം നിങ്ങൾ ആൾക്കാരെ വെറുക്കുന്നുണ്ടോ? Are there other religious groups that you don't want God to be merciful towards? ചില മതപരമായ കൂട്ടങ്ങളോട് ദൈവമേ അങ്ങ് കരുണ കാണിക്കരുതേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുന്നുണ്ടോ? Number 2. രണ്ടാമത്തേത്, are you like Peter? നിങ്ങൾ പത്രോസിനെ പോലെ ആണോ? At least in the beginning, തുടക്കത്തിൽ കുറഞ്ഞപക്ഷം Peter's first identity was in his Jewishness. ആദ്യം പത്രോസിന്റെ വ്യക്തിത്വം പത്രോസ് എടുത്ത് പറഞ്ഞത് എന്തോ? ഞാനൊരു യഹൂദൻ. He believed in Jesus. അവൻ പത്രോസ് യേശുവിനെ വിശ്വസിച്ചു. But mostly as savior of the Jews and not savior of the world in the beginning. ആദ്യം പത്രോസ് യേശുവിനെ കണ്ടത് എങ്ങനെയാണ്? യഹൂദന്മാരുടെ രക്ഷകൻ എന്നാണ്, ലോകത്തിന്റെ രക്ഷകൻ എന്നല്ലായിരുന്നു കണ്ടത്. Like Jonah, Peter may also have had some bitterness towards outsiders. യോനായെ പോലെ തന്നെ പത്രോസിന്റെ ഉള്ളിലും ജാതികളെ കുറിച്ച് ഒരു കയ്പ് ഉള്ളിലുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നേക്കാം. But he mostly just ignored them. പക്ഷെങ്കിൽ പത്രോസ് ചെയ്തത് എന്തുവാ? ഈ ജാതികളെ അങ്ങ് അവഗണിച്ചു. Then God told Peter, go and have a meal with them. അത് കഴിഞ്ഞ് ദൈവം പത്രോസിനോട് പറഞ്ഞു, അവരുടെ കൂടെ പോയി ഇരുന്ന് നീ ഭക്ഷണം കഴിക്കണമെന്ന്. എന്തായിരുന്നു പത്രോസിന്റെ പ്രതികരണം? മനസ്സില്ല മനസ്സോടെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ പോയി കഴിച്ചു. അവിടെ ചെന്ന് പത്രോസ് സംസാരിച്ചപ്പോഴും എങ്ങനെയാ? അവര് ഞങ്ങള് എന്നുള്ള ഭാഷയിലായിരുന്നു സംസാരിച്ചത്. Do you prefer to have Christian friends who are from your same group, my dear friends? Do you prefer to have Christian friends who are from your same group? നിങ്ങളെ ക്രിസ്തീയ സുഹൃത്തുക്കളെ നിങ്ങൾ കൂടി ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ അതേ ഗ്രൂപ്പിലുള്ള കൂട്ടുകാരെ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. This is a bigger problem than we realize, my dear friends. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. I don't have the answers for this. ഇതിന്റെ ഉത്തരമൊന്നും എൻ്റെ കയ്യിലില്ല. I don't even think I have overcome any much of this. ഞാൻ ഒത്തിരി അതിജീവിച്ചു എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. But all that I am asking each one of us is this: do we see people as them and us? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമാണ്. ആൾക്കാരെ കാണുമ്പോൾ അവര് ഞങ്ങള് എന്നുള്ള ആ ഭിന്നതയോടുകൂടി ആണോ നമ്മൾ മറ്റുള്ളവരെ ഞാനൊരു സുറിയാനി ക്രിസ്ത്യാനിയാണ്. Oh, I am a Syrian Christian. ഓ, ഞാനൊരു ലത്തീൻ കത്തോലിക്കനാണ്. Oh, I am a Latin Catholic. ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. I am from a background of Brahmins. ഞാനൊരു നായരായിരുന്നു. I was a Nair. ചിലവരുണ്ട്, ഞാൻ വെറും സാധാരണക്കാരനായിരുന്നേ. The others, some of them will say, I am just a simple man. I am just a common person. ഇങ്ങോട്ടും അങ്ങോട്ടും ആകാം. This can be either way. This problem. We are not able to accept our identity in Christ Jesus. പ്രശ്നം എന്താണ്? യേശു ക്രിസ്തുവിലുള്ള നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കാൻ നമുക്ക് മനസ്സില്ലാതെ ആകുന്നു. Who is the third person? മൂന്നാമത് ആരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു? You know it very well. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. The Apostle Paul. പൗലോസ് അപ്പോസ്തലൻ. He was a radical Jew, my dear friends. പൗലോസ് അപ്പോസ്തലൻ ഒരു തീവ്രമായ ഒരു യഹൂദനായിരുന്നു. But Paul's vision of other people was transformed by this understanding on Christ and the cross, broke down all walls. ക്രിസ്തുവിന്റെ കുരിശും ആ മനസ്സിലാക്കല് പൗലോസിന്റെ ജീവിതത്തിൽ എല്ലാ മതിലുകളും തകർത്തു. He served on a multicultural, multiracial team. പൗലോസ് സംസ്കാരം, ജാതി, മതം എല്ലാത്തിനെയും തുളച്ചു കയറി പ്രവർത്തിച്ചു. Teams were multiracial teams he had. പൗലോസിന്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തികള് പല ജാതി, പല ഗോത്രം, പല പശ്ചാത്തലത്തിൽ നിന്ന് വന്നവര് ഒരുമിച്ച് ചേർന്ന് He recruited both Jews and Gentiles to work together. പൗലോസ് യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് പൗലോസ് അവരെ തെരഞ്ഞെടുത്തു. You know why? എന്തുകൊണ്ടെന്നറിയാമോ? He wanted to make a culture of a new humanity. പൗലോസ് ആഗ്രഹിച്ചത് എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിൽ ഒരു പുതിയ മാനവജാതിയുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാക്കാൻ പൗലോസ് ആഗ്രഹിച്ചു. Oh, my dear friends, let me close. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. This is a much more bigger problem than we realize. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വലിയ പ്രശ്നം തന്നെയാണിത്. In America, huge riots broke out. Black lives matter. അമേരിക്കയില് കറുത്ത ജീവിതം മാറ്റർ, കറുത്ത വ്യക്തികളുടെ ജീവിതം അത് മൂല്യമാണ്, അർത്ഥവത്താണ് എന്നുള്ളതിന് റൈറ്റ്സ്, കലാപം പൊങ്ങി വന്നു.
You know what happened in America over the past few months, isn't it? All kinds of problems. കുറച്ച് മാസങ്ങൾ മുമ്പേ അമേരിക്കയിൽ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. You know what the whites said for that? അതിന് വെളുത്ത വർഗ്ഗക്കാര് വെളുത്ത കൂട്ടർ എന്താ They said പറഞ്ഞത്? all lives matter. All lives matter. അവർ പറഞ്ഞത് എല്ലാ ജീവിതവും എല്ലാ ജീവിതത്തിനും അർത്ഥമുണ്ട് എന്ന്. So this problem is not going to stop, my dear friends. സുഹൃത്തുക്കളെ, ഈ പ്രശ്നം അവസാനിക്കത്തില്ല. It will get bad to worse. ഇത് പ്രശ്നം കൂടുക തന്നെ ചെയ്യും. Nation against nation, kingdom against kingdom. God has prophesied it all. രാജ്യത്തിനെതിരെ ജാതിയുടെ എതിരെ. But inside the church, പക്ഷെങ്കിൽ സഭയുടെ ഉള്ളിലോ can we come to a place where we are saying, I accept my ethnic group, but I want to be united with my people ഞാൻ in the new humanity. എൻ്റെ സഹോദരങ്ങൾ പല ജാതി പല വംശത്തിൽ നിന്ന് വന്നവര് എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കും എന്ന് എന്നിട്ട് ഞങ്ങൾ ഒരു സമൂഹമായി ദൈവത്തിൻ്റെ ഒരു സമൂഹമായി ആകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? My dear friends, we are a new humanity. We are a new humanity. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു പുതിയ ഒരു മാനവജാതി തന്നെയാണ്, ഒരു കുലം തന്നെയാണ്. And unless we overcome this barrier, നമ്മൾ ഈ തടസ്സങ്ങളെ അതിജീവിച്ചില്ല എങ്കിൽ we will never be able to fulfill God's purposes here on earth. ഈ തടസ്സം നമ്മൾ അതിജീവിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിലുള്ള ഉദ്ദേശങ്ങൾ നമ്മൾക്ക് നിവൃത്തിയാക്കാൻ പറ്റില്ല. The cry of Jesus was this, യേശുക്രിസ്തുവിന്റെ നിലവിളി നമ്മളെക്കുറിച്ച് Lord, make them one even as we are one. യേശുക്രിസ്തു നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ഇതാണ്, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഒന്നാക്കണമേ. Oh, we want them to be one even as we are one. The cry of Jesus rings out throughout the centuries, my dear friends. നൂറ്റാണ്ടുകളായിട്ട് യേശുവിന്റെ നിലവിളി മുഴങ്ങുവാണ്, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ പിതാവേ ഇവരെയും ഒന്നാക്കണമേ. I don't know how far this prayer is being worked out these days. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ ഉത്തരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. But oh God, have mercy on us is our prayer. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണം. Help us not to judge each other based on their color or their language. ഞങ്ങളെ തമ്മിൽ നിറമോ ഭാഷയോ ഒക്കെ നോക്കി വിധിക്കാതെ കർത്താവേ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. Based on what they have and what they don't have. അവർക്കുള്ളതോ ഇല്ലാത്തതോ കണ്ട് വിധിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. Based on what background they are from. അവർ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായാലും. Oh God, have mercy on us. ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. May the prayer of Jesus be answered. May we cry out these days. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം, യേശുക്രിസ്തു അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് നിവൃത്തിയാകട്ടെ എന്ന്. Can we go to the Lord's table, please? നമുക്ക് കർത്തൃമേശയിലോട്ട് പോകാം. This shows us something beautiful. ഇത് മനോഹരമായ ചില കാര്യങ്ങളാണ് നമ്മളെ One കാണിക്കുന്നത്. bread. ഇത് ഒരപ്പം. When Jesus Christ breaks it, ഈ ഒരപ്പം യേശുക്രിസ്തു ഇത് നുറുക്കുന്നു. there are different people he served. എന്നിട്ട് വ്യത്യസ്തമായ ആൾക്കാർക്ക് ഇത് വിളമ്പി കൊടുക്കുന്നു. But he said, you are one. Since this bread is one. അതുകൊണ്ട് പറയുന്നതാണ് എന്താണ്, ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കുന്നു. Oh, my dear friends, this table is so beautiful for us today. സുഹൃത്തുക്കളെ, ഈ മേശ ഇന്ന് നമ്മളെ സംബന്ധിച്ച് എത്ര മനോഹരമായ ഒരു കാര്യമാണ്. Because we are all sharing from Jesus. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം യേശുവിൽ നിന്ന് പങ്കുചേരുവാണ്. Nothing more, nothing less. അതിനെക്കാട്ടിലും കൂടുതലായിട്ടുമല്ല കുറഞ്ഞുമല്ല. We all are partakers of Jesus in the very same way. നമ്മളെല്ലാവരും ഒരേപോലെ യേശുവിൽ നിന്ന് പങ്കുചേരുന്നു, No യേശുവിന്റെ matter what പങ്കാളികളാണ്. background we are from, we still all partake of Jesus. നമ്മൾ എവിടുന്ന് His life. എവിടുന്ന് വന്നതായാലും എന്തായാലും നമ്മൾ അവന്റെ ജീവനിൽ നിന്ന്
നമ്മൾ It is His പങ്കുചേരുവാൻ. life that has made us one. കർത്താവിന്റെ ഈ ജീവനാണ് നമ്മളെ ഒന്നാക്കിയത്. Oh, we have so many things that we differ from each other. നമ്മൾ തമ്മിൽ നോക്കുമ്പോൾ ഒത്തിരി വ്യത്യസ്തതകളുണ്ട്. But if only we could say to ourselves, Jesus is one. I am part of the church. നമുക്ക് നമ്മളോട് തന്നെ പറയാം, യേശു നമ്മളുടേതാണ്, നമ്മള് സഭയുടെ ഭാഗവും. Can we overcome this barrier, my dear friends? സുഹൃത്തുക്കളെ, ഈ ഒരു മതില് നമുക്ക് അതിജീവിക്കാൻ പറ്റുമോ? ഈ ഒരു തടസ്സമായി നിൽക്കുന്ന വേലി നമുക്ക് അതികടക്കാൻ പറ്റുമോ? Can we accept each other? നമുക്ക് തമ്മിൽ ഒന്ന് അംഗീകരിക്കാൻ പറ്റുമോ? Can we relate to each other? നമുക്ക് തമ്മിൽ ഒന്ന് ബന്ധപ്പെടാൻ പറ്റുമോ? This is the heart cry of Jesus even as He is offering this table to you. ഈ മേശ യേശു നമ്മൾക്ക് നീട്ടി തരുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിന്റെ നിലവിളിയും ഇത് തന്നെയാണ്. He is saying, I want you to eat and drink of me. യേശു പറയുവാണ്, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയും എന്നെ പാനം ചെയ്യുകയും ചെയ്യണമെന്ന്. Forget about everything that you are before. നിങ്ങൾ മുന്നേ എന്തായിരുന്നു അതെല്ലാം വിട്ടുകൾ, അതെല്ലാം I want മറക്കുക. to give you new life. ഞാൻ നിങ്ങൾക്ക് പുതിയ ജീവൻ തരാൻ I want to ആഗ്രഹിക്കുന്നു. remove all your bondages. നിന്റെ എല്ലാ ബന്ധനങ്ങളും ഞാൻ മാറ്റി I തരാൻ want to remove all ആഗ്രഹിക്കുന്നു. your curses. നിന്റെ എല്ലാ ശാപവും ഞാൻ മാറ്റി തരാൻ I want to ആഗ്രഹിക്കുന്നു. remove all your wrong attitudes that you നിന്റെ have. ഉള്ളിലുള്ള തെറ്റായ മനോഭാവം എല്ലാം ഞാൻ കഴുകി I want to കളയാൻ transform you from the inside. നിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരു മാനസാന്തരം, ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഞാൻ Eat ആഗ്രഹിക്കുന്നു. of me and drink of me, He says. യേശുക്രിസ്തു നമ്മളോട് പറയുവാണ്, എന്നെ ഭക്ഷിക്കുക, എന്നെ പാനം ചെയ്യുക, Learn to forgive. ക്ഷമിക്കാൻ പഠിക്കുക. My dear friends, you'll be amazed to know how many people are bitter inside for many reasons. സുഹൃത്തുക്കളെ, എത്ര പേര് എത്ര പല കാരണത്താൽ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും. Today, the beginning of this new year, ഇന്ന് ഈ പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ Jesus wants to set you free from bitterness. യേശുക്രിസ്തു നിങ്ങളെ ആ കയ്പിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. When as you partake of this table, നമ്മൾ ഈ മേശയിൽ നിന്ന് പങ്കുചേരുമ്പോൾ tell Jesus, യേശുവിനോട് നമുക്ക് പറയാം, Lord, remove every wrong attitude from my heart. നമുക്ക് പറയാം, യേശുവേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് തെറ്റായ മനോഭാവങ്ങളെല്ലാം അങ്ങൊന്ന് മാറ്റി തരണമേ. I want to bless my fellow brother, fellow sister with all my heart. എൻ്റെ സഹോദരനും സഹോദരിയെയും എൻ്റെ ഹൃദയത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് എനിക്ക് അവരെ അനുഗ്രഹിക്കണം എന്ന് നമുക്ക് പറയാം. This table is for all those who are baptized in water. ഈ മേശ വെള്ളത്താൽ ജലസ്നാനം എടുത്ത എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. And those who are progressing as a disciple of Jesus. യേശുവിൻ്റെ ശിഷ്യയായിട്ട് മുന്നേറുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. If you're not sure about your walk with the Lord, നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ദൈവത്തോടു കൂടിയുള്ള നടപ്പിനെ കുറിച്ച് ഉറപ്പില്ല എങ്കിൽ it is better to pass this by, ഇത് നിങ്ങൾ സ്വീകരിക്കില്ല, ഇത് കടന്നു because പോകാൻ this may become a അനുവദിക്കുക. curse to you. അല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ശാപമായി തീർന്നേക്കാം. But for those who want to receive Jesus into their life, പക്ഷെങ്കിൽ തൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവര്, it's more than just bread and juice. This is Christ offering His life to us. അവർക്ക് ഇതൊരു അപ്പവും ഒരു ജ്യൂസുമല്ല, അതിനെക്കാട്ടിലുപരിയായിട്ട് യേശു തൻ്റെ ജീവൻ തന്നെ നമ്മൾക്ക് നീട്ടിത്തരുവാണ്, helping us to forgive. ക്ഷമിക്കാൻ നമ്മളെ സഹായിക്കുവാണ്. May this table be a blessing to us. ഈ മേശ നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ. Can we pray, please? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we pray your blessing on this table. പിതാവേ, ഈ മേശയുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ Oh പ്രാർത്ഥിക്കുന്നു. God, I pray പിതാവേ, that we ഞങ്ങൾ would, പ്രാർത്ഥിക്കുന്നു, that we would be able to eat and drink of you, especially this new year. ഈ പുതിയ വർഷം പ്രത്യേകിച്ചും അങ്ങേ ഭക്ഷിക്കാൻ, അങ്ങേ പാനം ചെയ്യാൻ ഞങ്ങളെ Without സഹായിക്കണം. your life, we have nothing, oh God, nothing. അങ്ങയുടെ ജീവൻ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല, Everything else ഒന്നുമേയില്ല. is in vain. Only your life matters. Oh കർത്താവേ, God. ബാക്കി
എല്ലാം വ്യർത്ഥമാണ്. അങ്ങയുടെ ജീവൻ മാത്രമാണ് കാതലായ കാര്യം. Our youth, our vigor, everything will just go away. ഞങ്ങളുടെ യൗവനം, ഞങ്ങളുടെ ബലം എല്ലാം ക്ഷയിച്ചു Our പോകും. beauty, our knowledge will all fade away. ഞങ്ങളുടെ സൗന്ദര്യം, ഞങ്ങളുടെ ബുദ്ധി എല്ലാം ക്ഷയിക്കും. But only what you have deposited in us will remain. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ച കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. May we eat a few and drink a few, Lord ഞങ്ങൾ Jesus. അങ്ങേ ഒന്ന് ഭക്ഷിക്കട്ടെ യേശുവേ, അങ്ങേ ഞങ്ങൾ കുടിക്കട്ടെ. We need you more than ever before. ഓ കർത്താവേ, മുമ്പേ ഉള്ള കാലങ്ങളെക്കാട്ടിലും അധികമായിട്ട് ഇന്ന് ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാണ്. Bless us through your table. ഈ മേശയിൽ കൂടി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. In Jesus' name we pray. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen.